അവസാനിപ്പിച്ചിട്ട് നമ്മളെ യാത്ര തിരിച്ചു പോവുകയാണ് നിസാമാബാദിലേക്ക്. ഇവിടെ ഹോളി സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോയി കാണിക്കും. നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നാഗ്പൂരിൽ നിന്ന് യാത്ര തിരിച്ചു. ഫസ്റ്റ് സിറ്റി മെഹാനിൽ ഹോളി ആഘോഷങ്ങൾ നടക്കുകയാണ്. ഇന്ന് ഹോളി ആയതുകൊണ്ട് ട്രാഫിക് വളരെ കുറവാണ്. കടകളൊന്നും തന്നെ ഓപ്പൺ അല്ല. ഞങ്ങൾ കുറച്ച് കോഫിയും ബിസ്ക്കറ്റ്സും കഴിച്ചാണ് യാത്ര തുടരുന്നത്. നിസാമാബാദ് നല്ല ഗ്രീനറിയുള്ള നിറയെ ട്രീസുള്ള മനോഹരമായൊരു സ്ഥലമാണ്. കാടും കൃഷിസ്ഥലങ്ങളും വേസ്റ്റ് ലാൻഡും ഇടകലർന്നതാണ് ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി. ചിലയിടങ്ങൾ കാട് തന്നെയാണ്. പിന്നെ തൊട്ടടുത്ത് മില്ലറ്റ് പാടങ്ങളും വീടുകളും ക്ഷേത്രങ്ങളും എല്ലാം നിറഞ്ഞ മനോഹരമായ സ്ഥലങ്ങളായിരിക്കും. പിന്നെ കുറച്ച് ദൂരം വേസ്റ്റ് ലാൻഡ് ആയിരിക്കും. ഇങ്ങനെ ഇടകലർന്ന ഒരു ഭൂപ്രകൃതിയാണ് ഈ യാത്രയിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലിൻഡയും അലീനയും ഞങ്ങളുടെ കൂടെ വന്നിട്ടില്ല. അവർക്ക് ജോലി തിരക്കുണ്ടായിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അച്ചുകുട്ടന് യാത്ര കുറച്ച് ബോറാണ്. ഞങ്ങൾ 3 പേര് കൂടി പ്ലാൻ ചെയ്ത ട്രിപ്പാണ് കാൻഹാ ട്രിപ്പ്. ഇതൊരു 10 days ട്രിപ്പാണ്. ആക്ച്വലി കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവരെ 2 പേരെയും വിട്ടിട്ട് പോകുന്നത് കൊണ്ട് പിന്നെ പെസഹ അപ്പം ഉണ്ടാക്കാനും മുറിക്കാനും വീട്ടിലെത്തണമെന്ന് പിള്ളേർക്ക് ഒരേ നിർബന്ധം. അതുകൊണ്ട് 10 days നമ്മൾ നമ്മുടെ യാത്ര ചുരുക്കി തിരിച്ച് ചെന്നൈക്ക് പോവുകയാണ്. ഇത് എവിടെയാ സ്ഥലം? എവിടെയാ? ഹൈദരാബാദിലേക്ക് പോകുന്ന വഴി. എന്നാ പരിപാടി? കോഫി കുടിക്കുമായിരുന്നു.
ഹോളി ആയതുകൊണ്ട് എല്ലായിടത്തും ഷോപ്പെല്ലാം ക്ലോസ്ഡ് ആണ്. സോ നമ്മൾ കോഫി ഉണ്ടാക്കിക്കൊണ്ട് വന്നു. പോകുന്ന വഴിക്ക് കോഫി കുടിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. നല്ല ചൂടുണ്ട്, നല്ല ചൂടുണ്ട് കോഫി. അപ്പം എന്നാപ്പാ എവിടെയാ? ഹൈദരാബാദിൽ നിന്നും 410 കിലോമീറ്റർ അകലെയാണ്. കോഫി ബ്രേക്ക്. ട്രക്കുകൾ മാത്രമുള്ളൂ ഇങ്ങനെ വഴിയിൽ, ട്രക്കുകൾ മാത്രം റോഡിൽ കൂടെ പൊക്കോണ്ടേ ഇരിക്കാം. വണ്ടികളൊന്നും കാണാനില്ല, എല്ലാവരും ലീവാണ്. ഇതാ ഒരു കാര്യം കാണിച്ചു തരാവേ. ഇത് പീ ബാഗ്. നമുക്ക് യാത്രയൊക്കെ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ എല്ലായിടത്തും ടോയ്ലറ്റ്സ് ഒന്നും ഉണ്ടാവില്ല, ഹോട്ടൽസ് ഒന്നും നമ്മൾ കാണില്ല. അപ്പോൾ സ്ത്രീകൾക്ക് ബാത്റൂം പോകാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് പീ ബാഗ്. ഇതിങ്ങനെ ഒരു ടെൻറ്റ് പോലെ അത് വർക്കാകുന്ന ഒരു ടെൻറ്റ് പോലെ നമുക്ക് ബാത്റൂമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സ്ത്രീകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു, ആമസോണിൽ വാങ്ങാൻ കിട്ടും കേട്ടോ. അർജൻ്റ് ആണെങ്കിൽ നമ്മളെല്ലാവരും ട്രിപ്പ് പോകുമ്പം കയ്യിൽ അത്യാവശ്യമായിട്ടും വെക്കേണ്ട ഒരു സാധനം ഇത് പീ ബാഗ് ഫോർ ലേഡീസ്. ഓക്കെ, മടക്കുന്ന കണ്ടോ, കാണിച്ചു തരാവേ. അതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് മടക്കുന്നതെന്നുള്ളത്. കണ്ടോ, ഈസി ആയിട്ട് ഇത് മടക്കി അതിൻ്റെ ഒരു ബാഗുണ്ട്, അതിനുള്ളിലേക്ക് പാക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് കംഫർട്ടബിൾ, കൺവീനിയൻ്റ് ആണ് ഇത് കൊണ്ടു നടക്കാനായിട്ട്. ഉണ്ടോ, ഒരു സർക്കിൾ പോലെ ആകും അത്. ഒരു ടെൻറ്റ് പോലെ യൂസ് ചെയ്ത സാധനം ഒരു സർക്കിൾ പോലെ ആയത് കണ്ടോ. പിന്നെ ഈസിലി വി ക്യാൻ കീപ്പ് ഇറ്റ് ഇൻ ദ ബാഗ്. താങ്ക് യു. ഇവിടെ ഇല്ലേ ആരോ അടുപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ചുള്ളിക്കമ്പെല്ലാം ഒടിച്ചിട്ട് നമുക്കത് വെച്ച് കത്തിച്ച് ഒരു പാൻ ഉണ്ടെങ്കിൽ അതിൽ മുട്ട പൊരിച്ച് കഴിക്കാം. പോയി നോക്കാം, അവിടെ അടുപ്പ് ഉണ്ടാക്കി വെച്ച്. മുട്ടയും പാനും വാങ്ങിച്ചിട്ട് വന്നാൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അടുത്ത തവണ കയ്യിൽ കരുതിക്കോളൂ. പാനും മുട്ടയും കരുതാം. ഇങ്ങനെ അടുപ്പ് കാണും. ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് യാത്ര? നന്നായിട്ട് ഉറങ്ങിയല്ലോ. മടുപ്പുണ്ടോ യാത്ര ചെയ്തിട്ട്? ഇറച്ചുണ്ടോ? അതെ അല്ലേ. ചേച്ചിമാരെ മിസ്സാവുന്നുണ്ടോ? അതെയാ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നെക്സ്റ്റ് ടൈം അവരോട് നമുക്ക് നിർബന്ധമായിട്ട് വരാൻ പറയാം. മസ്റ്റായിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. എന്നാ പോയാലോ? ഓക്കെ. വെള്ളം കുടിച്ചോ? ഓക്കെ. വില്ലേജാണല്ലോ മെഡിപ്പള്ളി. നല്ല ഫാമാണ്, മില്ലറ്റ് ഫാംസ് ആണ് അവിടെ. ബാക്കിലൊക്കെ കാടുണ്ട്, അതിൻ്റെ പിന്നിൽ ഭയങ്കര ശിവാജിയുടെ സ്റ്റാച്ചു ഉണ്ട് അവിടെ കാണാൻ. മടിപ്പള്ളി. ഇപ്പോൾ ഇവിടെ എന്തോ ഒരു ക്ഷേത്ര അമ്പലമുണ്ട്.
അതിൻ്റെ പുറകിൽ കാടാണ്, വീണ്ടും കാട്. തെലങ്കാനയിലെ 3rd ലാർജസ്റ്റ് സിറ്റിയാണ് നിസാമാബാദ്. ഹൈദരാബാദിൽ നിന്ന് ഏകദേശം 171 കിലോമീറ്റർ ദൂരത്താണ് നിസാമാബാദ് സ്ഥിതി ചെയ്യുന്നത്. ഏപ്രിലിൽ നല്ല ചൂടാണ് ഇവിടെ, എബോവ് 40 ആണ് ടെമ്പറേച്ചർ. സോ ആളുകളൊക്കെ വെള്ള തുണിയോട് മുഖം മറച്ചാണ് ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്നത്. ഇത് വരണ്ടുണങ്ങിയ ഗോദാവരി റിവറാണ്. ജനുവരി തൊട്ട് മെയ് വരെ ഹൈ ടെമ്പറേച്ചർ കൊണ്ട് വളരെയധികം വെള്ളമില്ലാതെ ഉണങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഈ നദിയുടേത്. അതിനുശേഷം മൺസൂൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വെള്ളമുണ്ടായിരിക്കും. ആട്ടിടയനും ആടുകളും, ഒരു പറ്റം ആടുകൾ, പച്ചപ്പാടങ്ങൾ. അയ്യോ അപ്പ അവരോട് നിർത്തിയിട്ടിരിക്കുന്നോണ്ടാണത്. ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് തെലങ്കാനയിലെ ഒരു TTDC ഹോട്ടലിലാണ്. TTDCയുടെ സ്റ്റേ ആയതുകൊണ്ട് ചിലപ്പോൾ റെസ്റ്റോറൻറ്റ്സ് ഒന്നും കാണില്ലായിരിക്കും. ലഞ്ച് കഴിക്കാത്തതുകൊണ്ട് നമുക്ക് ഫുഡ് വാങ്ങിയിട്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതൊന്നും കേൾക്കാതെ എൻ്റെ ഹസ്ബൻഡ് എന്നോട് വഴക്കിട്ടു. നിന്നോട് ആരാ പറഞ്ഞ അവിടെ റെസ്റ്റോറൻറ്റ് ഇല്ലെന്ന്? നിനക്ക് ഭക്ഷണം കിട്ടിയാൽ പോരെ, അവിടെ ചെന്നിട്ട് കഴിച്ചാൽ മതി എന്നൊക്കെ ഭയങ്കര ഡയലോഗ്. ഏകദേശം 4 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മളവിടെ എത്തി. 3 സ്റ്റാർ ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു ബോറിംഗ് സ്ഥലമായിരുന്നു. റെസ്റ്റോറൻ്റ് ഒന്നും അവൈലബിളേ ഇല്ലായിരുന്നു. ഞാനത് പറഞ്ഞപ്പോൾ എന്നെ പേടിപ്പിച്ച ആളൊന്ന് ചമ്മി. സ്വിഗ്ഗിയിൽ ബിരിയാണി ഓർഡർ ചെയ്താണ് നമ്മൾ കഴിച്ചത്. ജസ്റ്റ് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് ഉറങ്ങാൻ പറ്റിയ ഒരിടം. അതാണ് TTDC. ഒരു Airbnbയുടെയും ക്ലബ് മഹേന്ദ്രയുടെയും ഒന്നും കംഫർട്ടൊന്നും നമുക്ക് അവിടെ കിട്ടില്ല. പിറ്റേന്ന് മോർണിംഗ് തന്നെ നമ്മൾ റെഡിയായി അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. അതൊരു സർപ്രൈസാണ്. ഈ സ്ഥലത്തെ സ്റ്റേ കോമ്പൻസേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള അത്യുഗ്രൻ സ്റ്റേ ആണ് അവിടുത്തേത്. സ്കിപ്പ് ചെയ്യാതെ കാണണേ. എടി പക്ഷേ ഇത് ഫോട്ടോയിൽ നോക്കുമ്പോൾ നന്നായിട്ടുണ്ടെടി. പറയ നിന്റെ എക്സ്പീരിയൻസ് പറ. I had a very bad experience. I felt really bad here. മലയാളത്തിൽ പറ. എനിക്ക് ഇവിടെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നീ വരുവോ? വരുവോ ഇനി? നീ ഇവിടെ മേലിൽ വരില്ല. ഞാനിത് ബുക്ക് ചെയ്തേനെ എന്നോട്. അല്ലല്ല, ഒരാളുണ്ടല്ലോ വന്ന വഴിക്ക് ഞാൻ പറഞ്ഞു ഇത് ഗവൺമെന്റിന്റെ അല്ല, TTDC എന്നൊക്കെയാണ് ഈ ഹോട്ടലിന്റെ പേര്. അപ്പോൾ ഇവിടെ വന്ന ഇവിടെ റെസ്റ്റോറൻറ്റ് ഒന്നും ഉണ്ടാവില്ല, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോവോ വാങ്ങിട്ട് പോവോ എന്തെങ്കിലും എന്നെ ചാടി കഴിക്കാൻ വന്നെന്ന് പറയണേ. ഇനി എനിക്ക് കേൾക്കണ്ട. നിനക്ക് ഇത്ര ദിവസം ഭക്ഷണം കിട്ടിയോ? പാട്ടുകാരനാ, പാട്ടും പാടി അങ്ങോട്ട്. എന്നിട്ട് അവിടെ ചെല്ലുമ്പോ ഹോട്ടലില്ലെങ്കിൽ എന്നോട് ആരാ പറഞ്ഞ ഇവിടെ റെസ്റ്റോറന്റ് ഇല്ലെന്ന്? എനിക്ക് എങ്ങനെ അറിയാം? TTDC എന്നൊക്കെ പറഞ്ഞാൽ അതിനോടനുബന്ധിച്ച് റെസ്റ്റോറന്റ് ഉണ്ടാവും. ഇവിടെ വന്നപ്പോൾ ഒന്നുമില്ല. ഇപ്പൊ അതുകൊണ്ടോ മോർണിംഗ് ഒരു കോഫി പോലും കിട്ടുകയാണ്. അത്ര സൂപ്പർ സ്ഥലമാണ്. സോ വി ആർ ലീവിങ്. ഇനി വരികയില്ല, മേലിൽ വരില്ല. TTDC ഹോട്ടലിൽ ഇനി വരൂല? ഇല്ല. ഓക്കെ, എന്നാ പിന്നെ പോവാല്ലേ? നല്ല റിവ്യൂ അല്ലേ? എന്നാ പോവാല്ലേ? Thank you for watching. Please like, share and subscribe for more videos. Bye.